മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മളെ വീട്ടിലുള്ള ഒരാളെപ്പോലെ. യഥാർത്ഥത്തിൽ അന്ന് ഞാൻ ഈ ഗവൺമെൻറ്റിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ ഇങ്ങനെ ഒരു നേതൃത്വം ഇവിടെ ഉണ്ട് എന്ന് ന്യൂനപക്ഷങ്ങൾക്ക് ആകെ ധൈര്യം പകരുന്ന നിലപാടുകളാണ് പിണറായി വിജയൻ. NRC വിഷയം വന്ന സമയത്ത് നിങ്ങളാരും ഭയപ്പെടണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊരു മുഖ്യമന്ത്രി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. ഇപ്പോൾ കേരളം ഒരു കാലത്ത് തകർന്ന് നിൽക്കുന്നെടുക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ 600 രൂപ പോലും 18 മാസത്തെ കുടിശ്ശികയായി വെച്ചെടുക്കുന്നത് കേരളത്തിൻ്റെ മാതൃക തന്നെ മാറ്റാണ്. ഇന്ത്യയുടെ മാതൃക തന്നെ മാറ്റുന്ന രീതിയിലാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇത് 25 വർഷമല്ല 50 വർഷത്തേക്കുള്ള മാതൃകയിലാണ് നമ്മളെ റോഡുകളെല്ലാം വരുന്നത്. നമ്മളെ പണ്ടത്തെ റോഡല്ലല്ലോ ഇപ്പോൾ. റോഡിൻ്റെ വീതി മാറി 6 വരി പാതയായി, അതിന് സർവീസ് റോഡുകളായി, എല്ലാവരുടെയും മേൽപ്പാലങ്ങളായി. ജനങ്ങൾക്ക് പ്രയാസങ്ങളില്ലാതെ, പറയുന്നവർക്ക് പ്രയാസം ഉണ്ടെങ്കിലും സാധാരണ ജനങ്ങൾക്ക് യാതൊരുവിധ പ്രയാസങ്ങളും ഈ ഭൂമിയിൽ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും ഈ കാർഷികപരമായിട്ടാണെങ്കിലും വീടില്ലാത്തവനും ഭൂമിയില്ലാത്തവനും വീട് കിട്ടുന്ന രീതിയിലൊക്കെ പ്രശ്നങ്ങളായി നവകേരളത്തിൻ്റെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ പോകുന്നത്. വളരെ അഭിനന്ദനമായിട്ട് ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയാണ് ഈ ഗവൺമെൻറ്റിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്തെങ്കിലും ഈ ഗവൺമെൻറ്റിനോടോ അല്ലെങ്കിൽ മന്ത്രിനോടോ അല്ലെങ്കിൽ ഈ സംവിധാനത്തിനോടോ എന്തെങ്കിലും പറഞ്ഞാൽ അത് നടക്കും എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാർ ഇതിൽ വന്നിട്ടുള്ളത്. മാറ്റം നല്ല രീതിയിലുള്ള മാറ്റമാണ്. 5 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ 7 വർഷം മുമ്പുള്ള വിദ്യാലയങ്ങളല്ല ഇപ്പോൾ ഉള്ളത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാലയങ്ങളെല്ലാം തന്നെ നന്നായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. എയ്ഡഡ് പിന്നെ അതുപോലെ ഗവൺമെൻറ് സ്കൂളുകളെല്ലാം മാറിയിട്ടുണ്ട്. നല്ല മാറ്റമാണ്. പ്രീ പ്രൈമറി മുതൽ നല്ല മാറ്റങ്ങളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഇപ്പോൾ തന്നെ സർക്കാർ തുടങ്ങി വെച്ചിട്ടുള്ള ഹരിത നവകേരളം, അതേപോലെ തന്നെ മാലിന്യ മുക്ത നവകേരളം, അതിദരിദ്രരില്ലാത്ത കേരളം തുടങ്ങിയിട്ട് നിരവധിയായിട്ടുള്ള മിഷൻ പ്രവർത്തനങ്ങൾ തന്നെ നവകേരള പദ്ധതിയുടെ പ്രവർത്തനത്തിൻ്റെ സർക്കാരിൻ്റെ ആലോചനയുടെ ഭാഗമായി തന്നെ നാന്ദി കുറിച്ചിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് വിപുലമായിട്ട് കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിവേഗം നടപ്പിലാക്കാൻ പറ്റും, അതിൽ കേരളത്തിലെ ജനതയെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഗഹനമായി സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളൊക്കെ നല്ല വിവേകവും കാര്യക്ഷമതയുള്ള ആൾക്കാരാണ്. അവരൊക്കെ അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അത് നിശ്ചയദാർഢ്യമുള്ളൊരു സർക്കാർ കൂടെ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വികസനം അടിപൊളിയല്ലേ? ഇപ്പോൾ 2 ടൈമായിട്ടുള്ള വികസനം അടിപൊളിയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അമ്മയ്ക്ക് 1600 രൂപ പെൻഷൻ കിട്ടണം. അത് കാത്തിക്കുന്ന ആളുകളല്ലേ, പഴയ കാലത്ത് അത് കിട്ടിയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കിട്ടുന്നത് എല്ലാം കൊണ്ടും അടിപൊളിയാണ്. നല്ല ഗവൺമെൻറ്റാണ്. ഇടതുപക്ഷ ഭരണം വളരെ നല്ല ആയിട്ടാണ്. നമ്മുടെ നാട്ടിലെ റോഡ് വികസനം, ആരോഗ്യം ഒക്കെ അടിപൊളിയാണ്. നല്ല വികസനമല്ലേ, ഇതുവരെ കാണാത്ത വികസനങ്ങൾ ഒക്കെ ഭയങ്കര പുരോഗതിയാണ്. ഇപ്പോൾ നാഷണൽ ഹൈവേ കാര്യങ്ങളായാലും എന്തായാലും എല്ലാ കാര്യത്തും പുരോഗതിയാണ് ഉണ്ടാവുന്നത്. മുഖ്യമന്ത്രി ഇനിയും മാർക്സിസ്റ്റ് പാർട്ടി തന്നെ, യാതൊരു സംശയമില്ല. കേരളത്തിലെ ജനതയ്ക്ക് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും 2ാമത്തെ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ പരിസരത്തുള്ള സ്കൂൾ തന്നെ നല്ല നിലയിലുള്ള വികസനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും നല്ലതായിരിക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മുഖ്യമന്ത്രിക്കുള്ള ജനപിന്തുണ ഒന്നുപോലും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ, ഒരാളെ കുറവ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കിറ്റും കോലാഹലമൊക്കെ കൊടുത്ത സമയത്തുള്ള പിന്തുണയേക്കാണ് ഒരാൾ കൂടുതലല്ലാതെ കുറഞ്ഞിട്ടില്ല. വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥി സമൂഹത്തെയും പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിരവധി വികസനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ സർക്കാരിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു ഭരണമായിട്ട് ഇതിനെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അതിനെ കണക്കാക്കുന്നു. ഇങ്ങനെ ഒരു നേതൃത്വം ഇവിടെ ഉണ്ട് എന്ന് ന്യൂനപക്ഷങ്ങൾക്ക് ആകെ ധൈര്യം പകരുന്ന നിലപാടുകളാണ് പിണറായി വിജയൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ സ്വീകരിക്കുന്നത്. തീർച്ചയായും അത് സ്വാഗതാർഹമാണ്. നമ്മുടെ ഭരണഘടനയ്ക്ക് നേരെ കേന്ദ്ര സർക്കാർ, രാജ്യത്ത് ഭരണഘടന സംരക്ഷിക്കേണ്ടവർ ഭരണഘടനയ്ക്കെതിരെ നിലപാടെടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുമെന്ന് ലോകത്തോട് പറയുന്ന, അല്ലെങ്കിൽ കേരളം ഇന്ത്യക്ക് കാണിക്കുന്ന മാതൃകയുണ്ട്. ആ മാതൃക സ്വീകരിക്കുന്നതിൽ കേരളത്തിലെ ജനങ്ങളെ ആകെ മതനിരപേക്ഷതയുടെ പിറകിൽ അണിനിർത്തുന്നതിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി പിണറായി എടുക്കുന്ന നിലപാട് വളരെ സ്വാഗതാർഹമാണ്. കഴിഞ്ഞ 7 വർഷക്കാലം നടത്തിയ ഭരണം, അതും അതീവ ഗുരുതരമായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട്, അതായത് 2 പ്രളയം, ഓക്കി, നിപ്പ, ഏറ്റവും ഒടുവിൽ കോവിഡ്, ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ ഒരു വലിയ മുന്നേറ്റമാണ് കേരളത്തിനകത്തുണ്ടായത്. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് സ്റ്റേറ്റുകളോട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത നേട്ടങ്ങളാണ്. ഇപ്പം അതുപോലെ അടിസ്ഥാനപരമായ കൂലിയിലടക്കം കേരളത്തിനകത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇതൊന്നും കേരളത്തിലെ മറ്റൊരു സ്റ്റേറ്റിനകത്തും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. എപ്പോഴെല്ലാം
ഇന്ത്യക്കകത്തെ ന്യൂനപക്ഷങ്ങൾ വെല്ലുവിളി നേരിടുന്നുണ്ടോ ആ സമയത്തൊക്കെ തന്നെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പോരാടുന്ന ഒരാളാണ് പിണറായി വിജയൻ. അത് നമുക്ക് CAA NRC വിഷയം വന്നപ്പോൾ പൗരത്വ ഭേദഗതിക്കെതിരായിട്ട് ആദ്യമായിട്ടൊരു നിയമസഭക്കകത്ത് പ്രമേയം പാസാക്കിയ അത് കേരളത്തിനകത്താണ്. അത് കേരളം എപ്പോഴും ഇന്ത്യക്ക് മുന്നേ നടക്കുന്ന സംസ്ഥാനമാണ്. നമ്മളിപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ വികസിത രാജ്യങ്ങളോട് കടപിടിക്കുന്ന തരത്തിലാണ് കേരളത്തിനകത്തെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ശരാശരിയോ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളുടെ ശരാശരിയോ ആയിട്ട് ഒരു കാലത്തും താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കേരളം ഒരു കാലത്ത് തകർന്ന് എടുക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ 600 രൂപ പോലും 18 മാസത്തെ കുടിശ്ശികയായി വെച്ചെടുക്കുന്ന ക്ഷേമ പെൻഷനുകൾ പടിപടിയായി ഉയർത്തി 1600 രൂപയിലെത്തിച്ച് അത് ജനങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടമായിരുന്നു. 60 വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ഈ 1600 രൂപ കയ്യിൽ കിട്ടുന്നതിൻ്റെ സന്തോഷം അതൊരു വലിയ നേട്ടമായിരുന്നു. ആ സന്തോഷം ജനങ്ങളെ മനസ്സിനകത്തുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ, ഓരോ രംഗത്തും ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എല്ലാ വികസനത്തിൻ്റെയും മൗലികമായ ലക്ഷ്യം നമ്മുടെ ജീവിത ഗുണത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ജീവിത ഗുണത വർദ്ധിപ്പിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ വികസനം ആവശ്യമുണ്ട്. ആ വികസനത്തോടൊപ്പം തന്നെ ഈ വികസന പ്രവർത്തനത്തിൽ ഞങ്ങളും പങ്കാളികളാണ് എന്ന ഉത്തമമായ ബോധ്യം എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ നിന്ന് ഉണ്ടായിത്തീരേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടായിത്തീരാൻ ആവശ്യമായ ഒരാശയവിനിമയത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ ഒരവസരമാണ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ സ്വീകരിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ടാണല്ലോ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത രൂപത്തിൽ രണ്ടാമതും പിണറായി വിജയൻ സഖാവിനെയും അതുപോലെ LDF ഗവൺമെൻറ്റിനെയും കേരളം സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ അന്ന് ഞാൻ ഈ ഗവൺമെൻറ്റിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും അതേ രൂപത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് ജനങ്ങൾ എത്രത്തോളം ഈ ഗവൺമെൻറ്റിനെയും മന്ത്രിമാരെയും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ആയത്തിൽ പഠിച്ച സമയത്ത് ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ടാണ്. പ്രത്യേകിച്ച് കൊറോണ സമയത്ത് പ്രളയബാധിത സമയങ്ങളിലൊക്കെയും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയത് ജനങ്ങളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് ജനങ്ങൾ ഈ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സ്വീകരിച്ചിട്ടുള്ളത്. സമാനമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെ പൂർണ്ണാർത്ഥത്തിൽ പിന്തുണയ്ക്കേണ്ടതാണ്. എല്ലാവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള താല്പര്യവും അത് മനസ്സിലാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ഇടപെടലുമൊക്കെ കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ളൊരു ഭരണത്തിലേക്ക് ഇടയാക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. നവീകരണം എന്ന് പറയുന്നത് ഒരിക്കൽ സംഭവിക്കുന്ന പ്രോസസ്സല്ല, ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ നവീകരണം നവകേരളം എന്ന് പറയുമ്പോൾ നവീകരിച്ചുകൊണ്ടേയിരിക്കുന്ന പുതിയ ദർശനങ്ങളുടെ ഒരു കേരളമായി തീരുവാൻ ഇനിയുള്ള കാലത്ത് ഇടയാകട്ടെ എന്നൊരു ആശംസ മാത്രമാണ് എനിക്കിപ്പോൾ പറയാനായിട്ടുള്ളത്. NRC വിഷയം വന്ന സമയത്ത് നിങ്ങളാരും ഭയപ്പെടണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊരു മുഖ്യമന്ത്രി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ നിന്നാണ് എന്നുള്ളത് ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മളെ വീട്ടിലുള്ള ഒരാളെ പോലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത്രയും നോക്കുന്ന ഒരാളാണ്. നല്ല അഭിപ്രായമാണ്. ജനോപകാരപ്രദമായിട്ട് ഒരുപാട് പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. നല്ല അഭിപ്രായമാണ്. അടുത്ത കാലത്തായിട്ട് നല്ലൊരു ഡെവലപ്മെൻറ്റാണ് ഉണ്ടായിട്ടുള്ളത്. റോഡുകൾക്കും മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നല്ല വികസിച്ചിട്ടുണ്ട്. കേരളത്തിലെ പൊതുവികസന രംഗത്ത് റോഡിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ആശുപത്രിയുടെ കാര്യത്തിലായിക്കോട്ടെ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാട്ടെ അഭൂതപൂർവമായിട്ടുള്ള പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കേരളത്തിലെ പൊതുഗതാഗതം വികസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ രംഗത്തും ഈ സർക്കാർ കൈവെക്കാത്ത ഒരു രംഗം പോലുമില്ല. PSC നിയമനത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, പാവപ്പെട്ട തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും തന്നെ ഈ സർക്കാർ ഉത്തരോത്തരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്കൊക്കെ വളരെ ആവേശം തരുന്ന അനുഭവമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ടാണ് ഞങ്ങൾക്കിത് തോന്നുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളുടെ ആശയും ആവേശവുമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്ന് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ വേണ്ടി തോളോട് തോൾ ചേർന്ന് സഹായിച്ചിട്ടുള്ള, നേതൃത്വം നൽകിയിട്ടുള്ള ധീരനായ, ഉശിരനായ, തൻ്റേടിയായ ഭരണാധികാരിയാണ് പിണറായി വിജയൻ. സ്കൂളിൽ അല്ലാണ്ട് പുസ്തകങ്ങളെല്ലാം അല്ലാണ്ട് എടുത്തിരുന്നുണ്ട്. പിന്നെ ചോറും കറിയും പാലും മുട്ട എല്ലാം കിട്ടുന്നുണ്ട്. ഞങ്ങളെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വികസന റോഡല്ലോ, നല്ല ഹൈടെക് റോഡ്, എല്ലാം സൂപ്പർ. ഞങ്ങളുടെ ഭാഗത്ത് തന്നെ മലയോര ഹൈവേ വന്നിട്ടുണ്ട്.
വെലങ്ങാട് മുതൽ തൊട്ടിൽപ്പാലം വരെ മലയോര ഹൈവേ വന്നിട്ടുണ്ട്. അതും വളരെ വീതിയോട് കൂടിയിട്ടുള്ള സൂപ്പറായിട്ട് എല്ലാ കാര്യത്തിലും ഒന്നാം നമ്പർ. അത്രയും മുഖ്യമന്ത്രിയെ പറ്റി അതിലും കൂടുതൽ പറഞ്ഞാൽ തീരില്ല. നല്ല ഒന്നാം നമ്പർ ഫസ്റ്റ്. ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാർക്കെല്ലാം ഒരുപാട് കാര്യം ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഇതുപോലെയുള്ള മുച്ചക്ര വാഹനങ്ങൾ എല്ലാം ചെയ്തു തരും. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എതിരാളികൾ പോലും അംഗീകരിക്കുന്നതാണ്. എന്താണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം? ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ, അതേപോലെ തന്നെ നിപ്പ വന്നു, അതേപോലെ തന്നെ വെള്ളപ്പൊക്കം വന്നു. ഇതിലൊക്കെ വളരെ ഏറ്റവും നല്ല ഭരണാധികാരി, ഒരു ജനകീയ ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നുള്ളത് പിണറായി വിജയൻ തെളിയിച്ചിട്ടുണ്ട്. അത് മുഴുവൻ ജനങ്ങളും കേരളത്തിൽ അംഗീകരിച്ചതാണ്. 100 രൂപ 18 മാസം പെൻഷൻ കൊടുക്കാണ്ട് നിന്നോല ഇപ്പം പറയുന്നത്. ഇതെന്താ ഒരു മാസം താമസിച്ചു പോയി? 1600 കൊടുത്ത് 18 മാസം ഒന്നിച്ചാ വാങ്ങിയേ. ഈ ഒന്നിച്ച് വാങ്ങിയാൽ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഒരു 2 മാസം താമസിച്ചു പോയി. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നില്ല. അതിലുപരി തന്നെ നമ്മളെ എം പിമാരും 18 എം പിമാരും കോൺഗ്രസിൻ്റെ പ്രതിപക്ഷം എല്ലാം കൂടിയിട്ട് ഈ ഗവൺമെൻറ്റിനെ അടിച്ച് പുറത്താക്കുക. ഇനി ഒരിക്കലും ജനങ്ങൾ വിടൂല ഈ ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ട് പോക്ക് തന്നെ. പിണറായി എന്ത് വന്നാലും പിണറായി നേതാവ് തന്നെ, യാതൊരു സംശയമില്ല. എല്ലാ പാവപ്പെട്ട ജനങ്ങൾക്കും എന്ത് കാര്യം നേരിട്ട് പോയിട്ട് പറയാം. പണ്ടങ്ങനെയാണോ? പണ്ട് നേരിട്ട് പോയിട്ട് പറഞ്ഞിക്കാറെങ്കിലും പറയാൻ കഴിയില്ല. ഇന്ന് നേരിട്ട് പോയിട്ട് പറയാം, എൻ്റെ സങ്കടം പറയാം. അപ്പോൾ അത് ചെവിക്കൊന്ന ഒരു ഗവൺമെൻറ് ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ട് വരുന്നുള്ളൂ. ഇനി കുറേ കൂടിയും കഴിഞ്ഞാൽ അങ്ങ് മനസ്സിലാവും. മുഖ്യമന്ത്രിയെ വിലയിരുത്തുമ്പോൾ നമ്മൾ പ്രത്യേകം കാണേണ്ടത് അദ്ദേഹം ഒരു ക്രൈസിസ് മാനേജറാണ്. എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു പ്രളയം, കോവിഡ് അതുപോലെയുള്ള മഹാമാരികളോ വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണ് എന്നുള്ളത് നമ്മളുടെ കേരളം അറിയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പ്രളയം, കോവിഡ്, അതുപോലെ തന്നെ ഈ നിപ്പ, ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മികച്ചതായിരുന്നു. ഒരു മുഖ്യമന്ത്രി എന്നതിലുപരി ഒരു ക്രൈസിസ് മാനേജറായി അദ്ദേഹം വേഷം മാറുന്ന അല്ലെങ്കിൽ ഭാവം മാറുന്നൊരു പ്രകടനമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഈ കേരളത്തിലെ ഇന്ന് വരെ ഭരിച്ച ഏത് മുഖ്യമന്ത്രിമാരേക്കാളും വളരെ മികച്ച ഒരു പ്രവർത്തനമാണ് ഈ മേഖലകളിലെല്ലാം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു യുവതി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, വളരെ വലിയ രീതിയിലേക്ക് യുവാക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭരണം കൂടിയാണ്. എല്ലാ ഭാഗത്തും ഇപ്പോൾ നമ്മളെടുത്ത് നോക്കിയാൽ സംരംഭകരെ എടുത്തു നോക്കിയാൽ വലിയ രീതിയിലേക്കുള്ള സഹായം നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി വലിയ രീതിയിലേക്ക് ഒരു ക്യാമ്പയിനിങ് ആയിട്ട് നമ്മുടെ സർക്കാരിന് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ ഒരു മുഖ്യമന്ത്രി പദം വഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പും നമുക്ക് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലേക്ക് യുവാക്കളുടെ പ്രശ്നങ്ങൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇതുവരെ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ ഒട്ടേറെ വികസനമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കും. വരും തലമുറകൾക്ക് വേണ്ട കാര്യങ്ങൾ ഈ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളെ ഹൈവേ വന്നു, ഇനിയിപ്പോൾ നമ്മൾക്ക് റെയിൽ എല്ലാവരും എതിർത്തുകൊണ്ടിരിക്കുക. അതും കൂടി വരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിചാരം. നമ്മൾക്ക് ജനങ്ങൾക്ക് പഴയ പോലെ അല്ല, പഴയ കാളവണ്ടി പോയിരുന്ന കാലമല്ലല്ലോ. ഇപ്പോൾ ഏതൊരു വീട്ടിലും വണ്ടി ഇല്ലാത്തൊരു വീട് അപൂർവമേ ഉള്ളൂ. എല്ലാവർക്കും പോകണം. അപ്പോൾ റോഡ് അതിനനുസരിച്ച് വികസനം വേണം, എല്ലാ വികസനങ്ങളും വേണം. ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു മന്ത്രിസഭ ഫസ്റ്റ് മന്ത്രിസഭ വരുമ്പോൾ നമുക്ക് മുന്നിലുണ്ടായ ഗെയിൽ, അതേപോലെ തന്നെ നാഷണൽ ഹൈവേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമോ എന്നുള്ള സംശയം എല്ലാവരും, അല്ലെങ്കിൽ നടന്നാൽ ഞങ്ങൾ സമ്മതിക്കാമെന്ന് BJPൻ്റെ പ്രസിഡന്റ് സുരേന്ദ്ര വരെ പറഞ്ഞൊരു സമയമുണ്ടായിരുന്നു. അതായത് നടക്കൂലെന്ന് ഉറപ്പിച്ചിരുന്ന പല കാര്യങ്ങളും നടത്തിയിരുന്നൊരു ഗവൺമെൻറ് കൂടിയാണത്. അതുകൊണ്ട് തന്നെ ഇനിയും അടുത്ത ഭരണവും LDF തന്നെ കിട്ടുകയാണെങ്കിൽ കേരളം മൊത്തത്തിൽ തന്നെ മാറുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒരുപാട് സ്റ്റേഡിയങ്ങൾ നവീകരിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കായിക താരങ്ങൾക്ക് ജോലി നൽകാനും ഈ സർക്കാർ വന്നതിന് ശേഷം ഒരുപാട് കായിക താരങ്ങൾക്ക് ജോലി നൽകിയിട്ടുണ്ട്. അങ്ങനെ ആ തരത്തിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഈ മന്ത്രിസഭ വന്നതിന് ശേഷം നമുക്കറിയാം കേരളത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ പാതയാണ് ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം രണ്ടാം പിണറായി സർക്കാരാണ്. അപ്പോൾ അതിനുശേഷം വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. എണ്ണിയാലൊടുങ്ങാത്ത പദ്ധതികൾ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും കായിക രംഗമായാലും ഉൾപ്പെടെയുള്ള എണ്ണിയാലൊടുങ്ങാത്ത മേഖലകളിൽ കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നേറുന്നത്. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് നയിക്കുന്ന ഒരു ദീർഘവീക്ഷണമുള്ള ഒരു നേതാവെന്ന നിലയിൽ എത്രയൊക്കെ ഈ പറഞ്ഞ വിമർശനങ്ങൾ മറ്റാളുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പോലും അംഗീകരിക്കേണ്ട നിലയിലേക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി മാറുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവം നമ്മൾ അംഗീകരിച്ചു കൊണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമുക്കറിയാം കേരളത്തിനകത്ത് ED ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് വലിയ വേട്ട അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് നേരെ ഉൾപ്പെടെയുള്ള വലിയ വ്യക്തിഹത്യ ഉൾപ്പെടെ നടന്ന സമയമാണ്. ആ സമയത്ത് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് തുടർഭരണം നേടുന്നത്. ഇത്രയും സമയം വളരെ മികവാർന്ന രീതിയിൽ അതിൻ്റെ ഭരണം നടത്തുന്നത്.